ജാതകദോഷം നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനെ അനുസരിച്ച് പ്ലാൻ ചെയ്ത് ഒരു ഈ ഗ്രീഷ്മ എന്ന പെൺകുട്ടി ചേട്ടൻ്റെ കാര്യം അവളുടെ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാങ്ക് എന്ന രീതിയിൽ. ഞാൻ ഒരു വോയിസ് എൻ്റെ ഉണ്ട് തോന്നുന്നു ചലഞ്ച്. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞ അപ്പോൾ പ്രണയത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചേക്കുന്ന ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കേസ് അന്വേഷിച്ചേക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺസൺ സാർ പറഞ്ഞേക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു വീഡിയോ കണ്ടേക്കുന്ന സമയത്ത് ശരിക്കും അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വാക്ക് സത്യമാണെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരൂൺ. പ്രണയപ്പക ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വീഡിയോക്കകത്തുന്നുള്ളൊരു ഭാഗം കേട്ടേക്കുന്ന സമയത്ത് 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഗ്രീഷ്മയുടെ ആ ഒരു വീഡിയോ ഞാൻ ഒന്നും കൂടി എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ 2 ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ. അതിലൊരു ജ്യൂസിൻ്റെ കളറ് വളരെ വ്യക്തമായിട്ട് വേറെ നിന്നും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അത് ഞാൻ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് അന്നേരം കേസന്വേഷണം ഏറ്റെടുത്തിരുന്നില്ല. അപ്പോൾ അത് വീഡിയോ ഇങ്ങനെ ടി വിയിൽ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ജ്യൂസിൻ്റെ കളർ വ്യത്യാസം കണ്ടപ്പോൾ അതിലും ഒരു സംശയം വളരെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ജോൺസൺ സാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗ്രീഷ്മയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടേക്കുന്ന സമയത്ത് ടി വിയിലൂടെ ഈ ഗ്രീഷ്മ ജ്യൂസ് പൊട്ടിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് അതിനകത്ത് 2 കുപ്പികൾ കാണാനായിട്ട് പറ്റിയെന്നും അതിനകത്തുള്ള 2 കുപ്പികളിലുള്ള ജ്യൂസിന്റെ നിറം എന്ന് പറയുന്നത് വ്യത്യാസമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഈ കേസിന്റെ പ്രധാനപ്പെട്ട ലീഡായിട്ട് പിന്നീട് മാറിയതും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിന് ഇദ്ദേഹം ഒരു വാർത്ത കൊടുത്തേക്കുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കേട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഡീകോഡർ എന്നുള്ള രീതിക്ക് അവരുടെ മൈൻഡിൽ ചിന്തിക്കുന്ന സമയത്താണ് ശരിക്കും ഈ 2 ജ്യൂസുകൾക്ക് നമുക്കൊരു കളർ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഒരു ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറാണ്, മറ്റൊരു ജ്യൂസ് എന്ന് പറയുന്നത് മറ്റേ കയ്യിലിരിക്കുന്ന ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളറാണ്. ഒരുപക്ഷെ ഈ ലൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള കുപ്പിയിലായിരിക്കാം ആദ്യ മർഡർ അറ്റംപ്റ്റ് ഗ്രീഷ്മ നടത്തിയിട്ടുണ്ടാകുക എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അത് ശരിയാണെന്ന് സമ്മതിച്ചു. ആ ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളിക അന്ന് കോളേജിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൊടിച്ച് ഒരു ഡപ്പയിലാക്കി അവിടുത്തെ കോളേജിൽ പോയി ബാത്റൂമിൽ കലർത്തിയാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്നത്. ത്രില്ലർ സിനിമയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതക പരമ്പരയെ കുറിച്ച് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ ഒരു കഥ തുടങ്ങുന്നതും ഒരു സിനിമാറ്റിക് ആയിട്ട് തന്നെ വേണം പറയാനായിട്ട്. പഠിക്കുന്ന സമയത്ത് 2 പേരും ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുകയും അവിടെ വെച്ച് സൗഹൃദമായിട്ട് തുടങ്ങുകയും പിന്നീട് ആ സൗഹൃദത്തിനെ പ്രണയമായിട്ട് മാറ്റുകയും ആ പ്രണയം പിന്നീട് വിവാഹത്തിലോട്ട് വരെ എത്തിച്ചേർന്നേക്കുന്ന ഒരു കഥയായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ ഇവൾക്ക് തോന്നാണ്, ഗ്രീഷ്മയ്ക്ക് തോന്നാണ്, ഇവനെ പോരാ, വേറൊരുത്തിനെ കെട്ടാം. വീട്ടുകാരുടെ നിർബന്ധം മൂലം വീട്ടുകാർക്ക് ഈ ഒരു കല്യാണത്തിനോട് താല്പര്യമില്ല. 2 പേര് 2 മതം ആയതുകൊണ്ട് തന്നെ ഇവനെ കല്യാണം കഴിച്ചാൽ ശരിയാവില്ല. പ്രത്യേകിച്ച് ഷാരോണിന്റെ ഒരു കാര്യം ഇന്ന് പോലീസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ 2 സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ പിന്മാറാതെ വന്നപ്പോഴാണ് കാര്യമായിട്ടുള്ള വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പയ്യനായതുകൊണ്ട് തന്നെ നല്ലൊരു പയ്യന് വിവാഹാലോചന വന്നേക്കുന്ന സമയത്ത് എൻഗേജ്മെന്റ് വരെ നടത്തിയതിനു ശേഷം ഇനി ഇവനെ അങ്ങ് തട്ടിക്കളയാം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഗ്രീഷ്മ ഈ ഒരു മർഡർ ശരിക്കും നടത്തിയതെന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. തുടക്കത്തിലെ സൗഹൃദമായിട്ടും പ്രണയമായിട്ട് തുടങ്ങിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും സിന്ദൂരം ചാർത്തിക്കൊണ്ട് പരസ്പരം ഇരുവരും വിവാഹം കഴിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്ന ഒരു സമയത്ത് പരസ്പരം പറഞ്ഞു തീർത്ത് ഒത്തുതീർപ്പാക്കി 2 പേർക്കും പിരിയാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിരിഞ്ഞതിനു ശേഷം പിന്നീടും 2 പേരും വീണ്ടും ഒന്നിച്ചേക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നേക്കുന്നത് എന്നുള്ളൊരു കാര്യം പോലീസ് തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഒരു സമയത്ത് ഇവരെ പ്രണയിച്ചിരുന്നെങ്കിലും ഈ പ്രണയം പിന്നീട് അവർ വിട്ടുകളഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു, പരസ്പരം പിരിഞ്ഞേർന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഡിപ്രഷനിലോട്ട് പോയിരുന്നു. വീണ്ടും മാസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും പ്രണയത്തിലാവുകയും ഇവർ പരസ്പരം സംസാരിക്കുകയും അങ്ങനെയാണ് പലതരത്തിലുള്ള ചാലഞ്ചുകളും മറ്റൊക്കെ ആയിട്ട് ജ്യൂസ് ചാലഞ്ച് എന്നുള്ളൊരു പേരിൽ ജ്യൂസും മറ്റൊക്കെ നൽകിക്കൊണ്ട് പാരസെറ്റമോൾ കലക്കിയേക്കുന്ന ജ്യൂസും മറ്റൊക്കെ നൽകിക്കൊണ്ട് പലതരത്തിലുള്ള മർഡർ അറ്റംപ്റ്റുകൾ ശരിക്കും ഗ്രീഷ്മ പ്ലാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ ഗ്രീഷ്മ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി MM ബഷീർ പറഞ്ഞേക്കുന്ന അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കോരിതെരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയായിരുന്നു. ഈ നാട്ടിലുള്ള ഏതൊരാളും അത് ഏത് പ്രായത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിലും അത് ആണാണെന്നുണ്ടെങ്കിലും ശരി പെണ്ണാണെന്നുണ്ടെങ്കിലും ശരി കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ തൂക്കുകയർ ഉറപ്പ് എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. പേഴ്സണലി ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള രീതിക്ക് ഞാൻ വളരെയധികം സന്തോഷവാനായിരുന്നു ആ ഒരു ന്യൂസ് കേട്ട സമയത്ത്. ഞാൻ മാത്രമല്ല സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ വാഴ്ത്തി പാടുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചിരുന്നു. ഇവിടെ ഷാരോൺ കേസിന്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022 ഒക്ടോബർ 14 ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലോട്ട് പോയിരുന്നു എന്നും അവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണ് കഷായം നൽകി എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള റിജിൽ പറഞ്ഞു എന്നുള്ളൊരു കാര്യം പോലീസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിജിനോട്
അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത്. തിരിച്ചിറങ്ങി ഛർദ്ദിച്ചത് പച്ച കളറിലാണെന്നുള്ളത് ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ വെച്ച് ഛർദ്ദിക്കുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഈ പച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. കൂടാതെ എന്നെ ചതിച്ചു എന്ന് ബൈക്കിൽ വെച്ചിട്ട് ഈ പയ്യനോട്, കൂട്ടുകാരനോട് ഈ ഷാരോൺ പറയുകയും ചെയ്തു. ശരിക്കും ഇത് വെറും ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു സാധാരണ രീതിക്കുള്ള ഒരു കൊലപാതകം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ലെവലിലോട്ട് ഈ ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ പോലീസ് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്നും കൂടി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു മർഡർ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത്, അത് ഒരു തവണയല്ല പല തവണകളിലായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഗ്രീഷ്മ ഷാരോണെ കൊലപ്പെടുത്തിയതെന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 2022 ഒക്ടോബർ 14 തീയതി മാത്രമല്ല, അതിനു മുൻപും മാസങ്ങൾക്ക് മുമ്പേ തൊട്ട് തന്നെ ഗ്രീഷ്മ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ പല തവണകളിലായിട്ട്, അത് പാരസെറ്റമോളുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും പലതരത്തിലും പല രീതിക്കുള്ള ടെക്നിക്കുകൾ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ടെക്നിക്കുകൾ ഷാരോണിന്റെ മേലെ പ്രയോഗിച്ചിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള രീതിക്കും വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണെന്നുള്ളൊരു കാര്യം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ തൂക്കുകയർ എന്നുള്ളൊരു കാര്യം കോടതി വിധിച്ചേക്കുന്നത്. പക്ഷേ ഈ തൂക്കുകയറിന്റെ വിധി നേരെ മുകളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ, നേരെ ഹൈക്കോടതിയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഈ തൂക്കുകയർ ഇങ്ങനെ തന്നെ നിലനിൽക്കുമോ, അതൊരു ജീവപര്യന്തമായിട്ട് മാറുമോ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ചാനലുകളിലും അതുപോലെ തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള കെമൽ പാഷ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു അധിക ശിക്ഷ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് കിട്ടിയേക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരു അധിക ശിക്ഷ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു അധിക ശിക്ഷ എന്നുള്ളൊരു കാര്യം പറഞ്ഞേക്കുന്നത്? ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് ഒരാളെ 11 ദിവസങ്ങളോളം നീറി മരിക്കുന്ന തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞിട്ടും ആ ശിക്ഷനെ എന്തുകൊണ്ട് അധിക ശിക്ഷ എന്ന് പറഞ്ഞു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പുറം രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിൽ GCC കൺട്രീസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊല ചെയ്തേക്കുന്ന വ്യക്തിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുമെന്നുള്ളൊരു കാര്യം 100% ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു നേഴ്സിന്റെ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേ തന്നെ 32 കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് സൗദിയിലുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരാളെ മോചിപ്പിക്കാനായിട്ട് മോചനദ്രവ്യമായിട്ട് 32 കോടി രൂപ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ ആൾക്കാരും കൂടി കളക്ട് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് പുറം രാജ്യങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കൊലപാതകത്തിന് ഉറപ്പാണെന്നുള്ളൊരു കാര്യം 100% നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇന്ത്യയിലോട്ട് എത്തുന്ന സമയത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ജനാധിപത്യമായിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ നടത്തുന്ന ഒരു ശിക്ഷാവിധി എന്ന് പറയുന്നത് കൂടുതലും ജീവപര്യന്തം തന്നെയാണ്. ഒരാളൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ഭൂരിഭാഗ സമയങ്ങളിലും കോടതി വിധിക്കുന്നത് ജീവപര്യന്തം തന്നെയായിരിക്കും. പക്ഷേ ഈ കേസിനകത്ത് വിധിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അഡീഷണൽ സെഷൻസ് കോർട്ട് ജഡ്ജി ആയിട്ടുള്ള MM ബഷീർ വിധിച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചേക്കുന്നത്. ഈ ഒരു കേസ് മുകൾ കോടതിയിലോട്ട് പോകുന്ന സമയത്ത് ഒരുപക്ഷേ ഈ കേസിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരുപാട് കാലങ്ങളെടുക്കും, ഒരുപാട് സമയം എടുക്കും. അതുവരെ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരാൾ കുറച്ച് നാൾ മുമ്പേ പറഞ്ഞിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എനിക്ക് 10-38 വയസ്സാവുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങും, പുതിയൊരു വിവാഹം കഴിക്കും, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം കോടതി ഇത്തരത്തിലുള്ളൊരു വിധി വിധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും ആ ഒരു വിധിയെ മറികടന്നുകൊണ്ട് മേൽക്കോടതിയിൽ നിന്നും ഒരു പുതിയൊരു ജഡ്ജ്മെന്റ് അഥവാ ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു സംഭവം നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ തീരെ നടക്കാത്ത ഒരു കാര്യമല്ല. പരസ്പരം പറഞ്ഞു തീർത്ത് വിട പറയേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഈ ഒരു പ്രണയബന്ധം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കൊലപാതകവും മറ്റൊരാളുടെ തൂക്ക് കയറും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ് എത്തി നിൽക്കുന്നത്. ആരെന്ത് നേടി എന്നുള്ളൊരു ചോദ്യം ഇന്ന് വളരെ വ്യക്തമായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പരസ്പരം പറഞ്ഞു തീർത്തുന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നേനെ അല്ലെ. പക്ഷെ ഇവിടെ ഗ്രീഷ്മ വിചാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും ഷാരോൺ അങ്ങ് തട്ടിക്കളയാണെന്നുണ്ടെങ്കിൽ, അങ്ങ് തീർത്ത് കളയാണെന്നുണ്ടെങ്കിൽ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാത്ത തരത്തിൽ കോടതി പോലും പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, ഗ്രീഷ്മ പല തെളിവുകളെയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ തെളിവുകൾ ഇല്ലാതാക്കിയിരുന്ന സമയത്തും ഗ്രീഷ്മയുടെ തലയുടെ മുകളിൽ തന്നെ ഒരു വലിയ തെളിവ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതായിരുന്നു ഗ്രീഷ്മ തന്നെ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഷാരോൺ ഷൂട്ട് ചെയ്തിരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാ കേസുകളിലും പണ്ട് ഏതോ സിനിമയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ കേസുകളിലും ദൈവത്തിന്റെ ഒരു തെളിവ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു കേസിനകത്തും ആ ഒരു വീഡിയോ കൃത്യമായിട്ട് ഗ്രീഷ്മനെ കുടുക്കിയത് എന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്. പല സമയങ്ങളിലും ഗ്രീഷ്മ ഈ ഒരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനല്ല ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തതെന്നുള്ള രീതിക്ക് പലതരത്തിൽ കരഞ്ഞു പിഴിഞ്ഞ് പറയുന്ന സമയത്തും ഷാരോനെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുമോ, എന്റെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കുന്ന ഒരാളെന്നുള്ള കാര്യങ്ങളൊക്കെ 100 വട്ടം പറയുന്ന സമയത്തും കഷായ കുപ്പിയിലുള്ള കഷായം താൻ കൊടുത്തേക്കുന്നത് ഒരു സാധാരണ കഷായമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പോലീസ് ഇതുമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന ഒരു കാര്യങ്ങളുമായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ മൊഴികളോ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. ഇത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഗ്രീഷ്മേനെ ഈ ഒരു കേസിനകത്ത് കുടുക്കിയത് എന്നുള്ളൊരു കാര്യം തന്നെ വേണം പറയാനായിട്ട്.
പറയാനായിട്ട്. ശരിക്കും ആരെന്ത് നേടി എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. സത്യത്തിൽ ആരും ഒന്നും നേടിയില്ല. രണ്ടുപേരുടെ ജീവിതം ആ ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്ത്, ഒരാളെ കൊല്ലണം എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്ത് ഇല്ലാതായി മാറി എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സത്യം. പക്ഷേ ഈ നാട്ടിലെ സിസ്റ്റത്തിനോട് പൂർണ്ണമായിട്ടുള്ളൊരു ബഹുമാനം തോന്നിപ്പോയൊരു നിമിഷം തന്നെയായിരുന്നു ഇന്നലെ വന്നേർന്ന ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, അല്ലേ? ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലിയ നഷ്ടമായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരുപാട് നാളുകൾ, പ്രത്യേകിച്ച് റേഡിയോളജി പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി, ഒരുപാട് നാളുകളുടെ ഒരു കഷ്ടപ്പാട് കൊണ്ട് ആ മാതാപിതാക്കൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ച് വളർത്തിയതിന് ശേഷം ആ ഒരു അവസ്ഥ കുടുംബത്തിൽ വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണല്ലേ. നമുക്കൊരാളോട് ഒരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ആ ഒരാളോട് ഒരു ഇഷ്ടക്കേട് ഇടുന്നുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കുക, അത് പിരിയുക, വേർപിരിയുക. വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ അത് പിരിയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വേർപിരിയുന്നതിൻ്റെ പേരിൽ ഒരാൾ മറ്റൊരാളെ കൊല്ലുക എന്ന് പറയുന്നത് അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇനി മേലാൽ ഉണ്ടാവരുത് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയായിരുന്നു ഇന്നലെ വന്നിരുന്ന ആ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ തൂക്ക് കയർ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലുള്ള കഷായ ഗ്രീഷ്മകളും ജ്യൂസ് കൊടുക്കുന്ന കാമുകിമാരും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. കാരണം എത്രത്തോളം ഒരു ക്രൈമിനെ നമ്മൾ അടക്കി വെക്കാൻ നോക്കിയാലും, എത്രത്തോളം നമ്മൾ കുപ്പി കഴുകി വെക്കാൻ നോക്കിയാൽ പോലും അവസാനം പോലീസ് കാര്യം കണ്ടുപിടിക്കുന്നുള്ളൊരു കാര്യം ഈ കേസ് തന്നെ നമുക്ക് തെളിയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. പരസ്പരം ഇഷ്ടമല്ല, സാഹചര്യം മോശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പറയാനുള്ളൂ, ജാതിയുടെ മതത്തിന്റെ പേരിലൊക്കെ നിങ്ങൾക്ക് പ്രണയിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കാതിരിക്കുക. കാരണം പ്രണയിച്ച ഒരു സ്റ്റേജിലോട്ട് എത്തിയതിനു ശേഷം പിന്നീട് ജാതി മതം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും നാളെ ഒരാൾക്ക് വരാതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളൂ. കോടതിയുടെ ഒരു വിധിയും അതുപോലെ തന്നെ പോലീസിന്റെ ഈ ഒരു നിയമ സംവിധാനവും അതിനോട് പൂർണ്ണമായിട്ടുള്ള ബഹുമാനം ഈ ഒരു സമയത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം എന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ് വീണ്ടും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.